ഞാൻ ഗോവയിൽ നിന്ന് വരുന്ന വഴിക്ക് എൻ്റെ ഓയിൽ സീൽ പൊട്ടിപ്പോയി റൈറ്റ് സൈഡിലെ ഫോർക്കിൻ്റെ. അതുമാത്രമല്ല ഇപ്പോൾ വണ്ടി 60,000 കിലോമീറ്ററായി. അപ്പോൾ അതിൻ്റെ ആ ഒരു ജനറൽ സർവീസും കൂടി എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ നേരെ ഇനിയും വീണ്ടും ഗോവയ്ക്ക് പോവാണ് മോട്ടോസോളിന് വേണ്ടിയിട്ട്. ഞാൻ മോട്ടോ വേഴ്സിന് പോയിട്ട് തിരിച്ച് ബാംഗ്ലൂർ വന്നു. അവിടുന്ന് നാട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോഴാണ് ഇത് ഇടയ്ക്ക് വെച്ച് സംഭവിച്ചത്. അപ്പോൾ പിന്നെയും 100-600 കിലോമീറ്റർ നാട്ടിലേക്ക് ഓടാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് വേണ്ട, നമുക്ക് ഇവിടെ തന്നെ സർവീസ് ചെയ്തിട്ട് സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരെ ഗ്ലോബൽ TVSലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റെഫറൻസ് വഴിയാണ് ഇവിടെ എത്തിയത്. ബാംഗ്ലൂർ AOG ഗ്രൂപ്പിലുള്ള അതിൻ്റെ അഡ്മിൻ പ്രിൻസ് ഇവിടെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. ഇതുപോലെ എനിക്കൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, ഇവിടുത്തെ സർവീസ് സെൻറ്റർ ഏതാണ് ബെറ്റർ എന്നുള്ളത്. അപ്പോൾ പുള്ളിയാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത് നമ്മുടെ ഗ്ലോബൽ TVS. താങ്ക് യു സോ മച്ച് പ്രിൻസ്. അതുപോലെ തന്നെ കിരൺ എന്ന് പറഞ്ഞ ഒരു മെക്കാനിക്കാണ് ഇവിടെ ഉള്ളത്. പുള്ളിയാണ് നമ്മുടെ വണ്ടി ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര റിലീഫ് തോന്നി. കാരണം ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെക്കാനിക്സ് ഇൻ ഇന്ത്യ ഓഫ് TVSൻ്റെ ഫാക്ടറി ഇവൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. പ്രീമിയം ബൈക്സ് പുള്ളി നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ് എൻ്റെ ഫോർക്ക് ഓയിൽ സീല് റിപ്പയർ ചെയ്യാന്നുള്ളതാണ്. പ്ലസ് എൻ്റെ ജനറൽ സർവീസുമാണ്. അതും 12,000 കിലോമീറ്റർ ഇൻ്റർവെല്ലിലാണ്. സോ നമ്മൾ സ്പാർക്ക് പ്ലഗ് അതുപോലെ തന്നെ എയർ ഫിൽറ്ററും ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു സർവീസിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ചെയിൻ്റെ അവസ്ഥ. നല്ലപോലെ തൂങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുള്ള് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത്. പഴയ എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യാണ്. ഫ്രണ്ട് സ്പ്രോക്കറ്റ് അഴിച്ചിട്ടാണ് അവിടെ ആ ഷാഫ്റ്റിൻ്റെ ഭാഗം ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ ഒത്തിരി അവിടെ ചെളി ഇരിപ്പുണ്ട്. ഫ്രണ്ട് സ്പ്രോക്കറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ ഗ്രീസ് അപ്ലൈ ചെയ്യണം നമ്മുടെ ഷാഫ്റ്റിലോട്ട്. ഇതാണ് നമ്മുടെ പഴയ ആ ഒരു എയർ ഫിൽറ്റർ എന്ന് പറയുന്നത്. 12,000 കിലോമീറ്റർ ആയിപ്പോൾ ഇത്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ റോഡിൽ മാറാൻ പോകുന്നത്. നമ്മുടെ എഞ്ചിൻ ഓയിലാണ്. ട്രൂ 4 സിന്തറ്റിക് ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിലാണ് TVSൻ്റെ. 1.2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലുണ്ട്, അതുപോലെ 2 ബോട്ടിലുണ്ട്. അതുപോലെ തന്നെ ഫോർക്ക് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ എയർ ഫിൽറ്ററും അതാണ് പുതിയ ഓയിൽ ഫിൽറ്റർ.
ഒരു ക്ലീനർ ഒഴിച്ചിട്ട് വണ്ടി റെബ് ചെയ്തതാണ് ത്രോട്ടിൽ ബോഡി ക്ലീൻ. അപ്പോൾ എൻ്റെ ആ ഒരു ത്രോട്ടിൽ സിസ്റ്റം മൊത്തം ബേൺ ഓഫ് ആയിട്ട് പൊക്കോളും. വണ്ടി എത്ര റെബാണെന്നൊന്നും കേട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നോർമലാണ്. അപ്പോൾ അത്രയും റെബിൽ നിൽക്കുമ്പോഴത്തേക്ക് ഈ ഒരു ക്ലീനർ എന്നിട്ട് അതിനകത്തിരിക്കുന്ന പാർട്ടിക്കിൾസിനെ മൊത്തം വാഷ് ഓഫ് ചെയ്ത് എഞ്ചിനകത്തൂടെ ബേണായിട്ടങ്ങ് പോവുകയാണ് ചെയ്യാറ് സാധാരണ. ഇതാണ് നമ്മുടെ ഓയിൽ സീൽ, ഇതാണ് പൊട്ടിപ്പോയത്. ഇതുകൊണ്ടാണ് പറഞ്ഞത് ഓയിൽ സീൽ അത് പ്രോപ്പറായിട്ട് ഇൻ്റർവെല്ലിൽ ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. കാരണം ആ ഇൻ്റർവെല്ല് കമ്പനി പറയുന്നതിൽ ചേഞ്ച് ചെയ്യില്ലുള്ള കുഴപ്പം ഇതാണ്, പൊടി കൂടുതൽ കയറി ഇരുന്നിട്ട് അത് പൊട്ടും. അല്ലെന്നുണ്ടെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് അത് ഹാർഡായിട്ട് പൊട്ടും. ഇത്ര ഓയിലും കൂടി ഇതിനകത്ത് ബാക്കിയുണ്ടായിരുന്നു. ഞാനത് മൊത്തം റോഡിൽ പോയെന്ന് വിചാരിച്ചത്, പക്ഷേ ഇല്ല. ഇതിൽ നിന്ന് ഇറങ്ങി വന്നതാണ് ഇത് ഇത്രയും ഓയിൽ. 550 ml ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ അതിന് കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി 4 കിലോ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പുതിയ ഓയിൽ സീൽ വരുന്നത്. ലെഫ്റ്റും റൈറ്റും നമ്മൾ മാറുകയാണ് ഇനി വെച്ചുകൊണ്ടിരിക്കുന്നില്ല. കാരണം ലെഫ്റ്റിന് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, ഒന്നിച്ച് മാറുകയാണ്. അതിനി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവസാനം ഇനി അടുത്ത ലെഫ്റ്റ് ആയിരിക്കും പൊട്ടാൻ പോകുന്ന വഴിയിൽ. സോ മാറുമ്പോൾ രണ്ടുകൂടെ മാറാൻ ശ്രമിക്കുക. കംപ്ലയിൻ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കണ്ട, കാലപ്പഴക്കം കൊണ്ടും പൊട്ടാം. ಆಫ್ ರೋಡ್ಗೆ ಬೇರೆ ಆನ್ ರೋಡ್ಗೆ ಬೇರೆ ಕೊಡಬೇಕಲ್ಲ. 500 ml ആണ് യൂസ് ചെയ്യുന്നത്. ಟ್ಯೂಬ್ಲೆಸ್ ಆಗೋದು ಕಷ್ಟ. ಸ್ಪೋಕ್ಸಲ್ಲಿ ಟ್ಯೂಬ್ಲೆಸ್ಸು ನಿಮಗೆ ಅದು ಬೇರೆ ರೀತಿ. ಈಗ ನಮ್ಮ ಮ್ಯಾಗ್ವಿಲ್ ಅಷ್ಟು ನಿಮಗೆ ಎಕ್ಸಾಕ್ಟಾಗಿ ಬರೋಲ್ಲ. ഇപ്പം തൽക്കാലം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫോർക്ക് സീൽ രണ്ടും മാറി, ഓയിൽ പുതിയതാക്കി, മൊത്തത്തിൽ ഫോർക്ക് ഓവർഹോൾ ചെയ്തു. അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തു, എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്തു. സ്പാർക്ക് പ്ലഗ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല, ഗോവ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം
ഇപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ നമ്മൾ ത്രോട്ടിൽ ബോഡി ക്ലീനർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലീനർ പോയിട്ട് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം കൂടെ സ്പാർക്കിലൊക്കെ പോയിട്ട് പറ്റി പിടിക്കും. അപ്പോൾ അതിനേക്കാളും നല്ല അത് കുറേ ബേൺ ഓഫ് ആയി പോയിട്ട് കുറച്ച് ഒരു വണ്ടി 100 കിലോമീറ്ററിൽ റൈഡ് കഴിഞ്ഞിട്ട് സ്പാർക്കിലേക്ക് ചേഞ്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് പോയ വെച്ചാൽ ഇവരുടെ മോട്ടോസോളിൽ തന്നെ സർവീസ് സ്റ്റേഷൻ അവിടെ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ വരുന്ന വണ്ടികൾ സർവീസിന് വേണ്ടി. അപ്പോൾ അവിടെ വെച്ച് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ടൈമിൽ സ്പാർക്കിലേക്ക് ചേഞ്ച് ചെയ്യാം. ഗൈസ്, ഇതാണ് നമ്മുടെ കിരൺ ഭായ്. ആൾ ഒരു റേസറാണ്, അതുപോലെ തന്നെ ടി വി എസിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പേർട്ട് മെക്കാനിക്സ് ആണ് പ്രീമിയം വെഹിക്കിൾസിൻ്റെ. സോ നമുക്ക് നേരത്തെ പരിചയമുണ്ട്. ഞങ്ങൾ കോസ്റ്റൽ കോളിംഗ് റൈഡിൽ വെച്ച് പരിചയപ്പെട്ടാണ്, പിന്നെ നമ്മൾ ട്രാക്കിൽ വെച്ച് പരിചയപ്പെട്ടുണ്ട്. ആളാണ് നമ്മുടെ ടി വി എസിൻ്റെ റേസിംഗ് ഒക്കെ നടക്കുന്ന സമയത്തൊക്കെ അവിടുത്തെ വണ്ടികളൊക്കെ സർവീസ് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്ന വൺ ഓഫ് ദ മെക്കാനിക്സ് ആണ്. സോ ഗ്ലോബൽ ടി വി എസിൽ ഉണ്ട് ആൾ. അടിപൊളി സർവീസാണ് ഗൈസ്. താങ്ക് യു. അങ്ങനെ സർവീസെല്ലാം കഴിഞ്ഞ് നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇതിൻ്റെ ബില്ലായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. 5708 രൂപയാണ് എനിക്ക് ടോട്ടലായിട്ടുള്ളത്. അത് നമ്മുടെ ജനറൽ സർവീസ് പ്ലസ് നമ്മുടെ 2 ഫ്രണ്ട് ഫോർക്കും ഓവർഹോൾ ചെയ്ത് സീലും മാറി അതിൻ്റെ ഓയിലും മാറിയിട്ടുണ്ട്. അതാണ് എൻ്റെ കംപ്ലയിൻറ്റ്. മറ്റേത് ജനറൽ സർവീസ്. അപ്പോൾ ജനറൽ സർവീസ് നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തു, ഫിൽറ്റർ ചേഞ്ച് ചെയ്തു, ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്തു, ചെയിൻ ലൂബ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി അവർ മൊത്തത്തിൽ വാഷ് ചെയ്ത് സെറ്റപ്പ് ആക്കി തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾക്കാണ് ഈ ഒരു ബിൽ എമൗണ്ട് വന്നിരിക്കുന്നതും. ആൻഡ് വൺസ് അഗൈൻ എ വെരി ബിഗ് താങ്ക്സ് ടു ഗ്ലോബൽ ടി വി എസ്. ഞാൻ ഭയങ്കര തിരക്കിൽ കൊണ്ടുവന്ന് കൊടുത്തതാണ്, ഉച്ചയ്ക്ക് കൊടുത്ത വണ്ടിയാണ്. എനിക്ക് ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞത് അവർ ലേറ്റ് വർക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സമയം വൈകുന്നേരം 7:45 ആ സമയത്തോട് കൂടിയിട്ട് അവരത് എനിക്ക് കംപ്ലീറ്റ് ആക്കി തന്നു. കാരണം നാളെ സൺഡേ ആണ്, അത് കഴിഞ്ഞാൽ നമുക്ക് ഗോവയ്ക്ക് പോകേണ്ടതാണ്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് വണ്ടി ഫുള്ള് റെഡിയായിട്ട് വേണമായിരുന്നു, അത്യാവശ്യമായിരുന്നു. പ്രത്യേകിച്ച് ആ ഫോർക്ക് സീലിൻ്റെ ഇഷ്യൂ അതെല്ലാം റിസോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. അവർ നല്ല നീറ്റായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്, പെട്ടെന്നെല്ലാം തീർത്തു. സ്പെയർ പാർട്സും കാര്യങ്ങളെല്ലാം അവരുടെ അടുത്ത് തന്നെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഈ വണ്ടി ഗോവയിലേക്ക് ഓടിച്ച് നോക്കാം. എന്തെങ്കിലും വേറെ കംപ്ലയിൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നേരത്തേക്കാളും ബെറ്റർ ആയില്ലയോ എന്നൊക്കെ തന്നെ. ಯಾವ 180 ಪಕ್ಕ ಇದೆ.